നമ്മുടെ ദേഹത്ത് ഒരാൾ തൊടുമ്പോൾ നമുക്ക് തോന്നുന്ന ഇറിറ്റേഷൻ തന്നെയല്ലേ അവർക്കും തോന്നുന്നത്. ആൺകുട്ടികളുടെ കേസുകൾ അങ്ങനെ പൊങ്ങി വരാറില്ല ശരിക്കും പറഞ്ഞു. പരാതി കൊടുക്കാൻ അവർക്ക് നാണക്കേടാണ്. പാരന്റിങ് എങ്ങനെ പോകുന്നു എന്നുള്ളതിലാണ് കാര്യം. കുറെയൊക്കെ തമാശകളായിട്ട് അതെ ബോയ്സ് തന്നെ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ആൺകുട്ടികൾക്ക് ഇത് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നത്. കുറച്ച് നാളുകൾക്ക് മുന്നേ, ഒരു മാസങ്ങൾക്ക് മുന്നേ, ഒരു ഒക്ടോബറുടെ ടൈമിൽ അനന്തു എന്ന് പറയുന്ന ഒരു പയ്യൻ ആത്മഹത്യ ചെയ്യണ്ടായി. ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു പയ്യനായിരുന്നു. ആള് എന്ത് തരം മാനസികാവസ്ഥയിൽ കൂടെയാണ് പോയിരുന്നതെന്ന് തൻ്റെ വീട്ടുകാർക്ക് പോലും അറിയില്ലായിരുന്നു. അപ്പം ആളൊരു 3-4 പേജുള്ളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആള് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഫുള്ള് വായിക്കണമെന്നില്ല, നിങ്ങൾക്ക് ബോറടിക്കും, പറ്റുന്നുള്ളവർ വായിച്ചാൽ മതി, കാരണം അത് എല്ലാം കറക്റ്റ് ഓർഡറിലല്ല കഥ പറയുന്നത് എന്നുള്ളൊരു സാധനം പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ചവരുടെ എല്ലാവരുടെയും മനസ്സ് അത്രയ്ക്ക് നൊന്നിട്ടുണ്ട്. ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതായത് ആളുടെ ഒരു വീഡിയോയും അതുപോലെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെയും സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായത്. ഇങ്ങനെയും കാരണം ആൾക്ക് പ്രായമുണ്ട്, 26 വയസ്സിന്റെ അടുത്ത് എന്തോ ഉണ്ട്. RSS നേതാവാണ് പീഡിപ്പിച്ചത്, ആള് പേര് സഹിതം. അതെ, ആള് ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് വെറുക്കുന്നത് തന്റെ പിതാവിനെയാണ് എന്ന് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിതാവ് കാരണമാണ് RSS കയറിയത്. അപ്പോ RSS ചെറുപ്പത്തിൽ തന്നെ RSS നേതാവ് പേര് വെളിപ്പെടുത്തിയിട്ടുണ്ട്. RSS നേതാവ് തന്നെ നിരന്തരമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ട്. മറ്റു ചിലരും ഇതുപോലെ ചെറുപ്പത്തിൽ തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ട്രോമയിലാണ് ആൾ ഇത്രയും നാൾ. ആൾക്ക് OCD എന്നുള്ള അസുഖം തുടങ്ങിയത് തന്നെ ഈ ഒരു അബ്യൂസിന് ശേഷമാണ്. ആള് 7ഓളം ടാബ്ലറ്റ്സ് ആള് എടുക്കുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. നമുക്ക് തന്നെ അറിയാം OCD എന്ന് പറയുന്നത് ഭയങ്കര നമ്മൾ പറയുന്ന പോലത്തെ ഒരു, നമ്മളിപ്പോ നോർമലി ആൾക്കാർ പറയുന്ന പോലത്തെ OCD അല്ല ശരിക്കും. OCD എന്ന് പറയുന്നത് ഭയങ്കര ഒരാളെ തകർക്കാൻ വരെ പറ്റുന്ന ഒരു അസുഖമാണ് ഈ OCD എന്ന് പറഞ്ഞ ഡിസീസ്. അതുപോലെ തന്നെ ആൻസൈറ്റി ഇഷ്യൂസ്. നമ്മൾ ഓൾറെഡി തന്നെ ആൻസൈറ്റി ഇഷ്യൂസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പാനിക് അറ്റാക്കിനെ പറ്റിയിട്ടും എല്ലാത്തിനെ പറ്റിയിട്ടും നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം ആ ഒരു ഇൻസിഡന്റ് എത്ര വലുതാണ്, ആ ഒരു പ്രത്യാഘാതം. ഇതിൽ 2 വിഷയമാണുള്ളത്. ഒന്ന്, ആൺകുട്ടികൾക്ക് നേരെയുള്ള ഈ ഒരു തരത്തിലുള്ള ഒരു എന്താ പറയാ അതിക്രമങ്ങള്, അബ്യൂസുകള്, അതുപോലെ തന്നെ മെന്റലി ഉള്ള പ്രശ്നങ്ങൾ, ട്രോമാസും കാര്യങ്ങളും ഒന്നും വീട്ടുകാർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. വീട്ടുകാരും തൻ്റെ മക്കള് ഏതൊരു തരത്തിലുള്ള മെന്റൽ, നമ്മൾ ഇത് ഓൾറെഡി പല വീഡിയോസിലും പറയാറുള്ള ഒരു കാര്യമാണ്. സ്വന്തം വീട്ടിലുള്ളവർ ശ്രദ്ധിക്കുക, അവരെന്ത് തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് പോകുന്നത്. ആ ഒരു പോസ്റ്റ് വായിച്ചപ്പോൾ ഉണ്ടായ ഒരു വിഷമമുണ്ട്. എല്ലാവരെയും മെൻഷൻ ചെയ്ത്, തൻ്റെ വേണ്ടപ്പെട്ടവരെ എല്ലാവരെയും മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൂട്ടുകാരൻ, ബെസ്റ്റ് ഫ്രണ്ടിനോട് നിനക്കാണ് ഇനിയുള്ള എൻ്റെ പുസ്തകങ്ങളൊക്കെ നീ അത് എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സ് നോവും. അവരോട് പോലും പറയാൻ പറ്റാത്ത രീതിയിലോട്ട് ആള് മാറിക്കഴിഞ്ഞു. ഇപ്പൊ ഓരോ വീട്ടിലെ സിറ്റുവേഷൻസ് എടുത്താലും, ഇപ്പൊ എന്റെ കാര്യം എടുത്താലും, ഞാൻ എല്ലാം വീട്ടിൽ ഷെയർ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. എന്റെ പേഴ്സണലായിട്ട് ഞാൻ വെക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് എനിക്കതാണ് ഇപ്പൊ ഇഷ്ടം. പക്ഷെ എനിക്ക് അതിനുള്ള സാഹചര്യം അവർ തുറന്നു തന്നിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ എല്ലാം ഷെയർ ചെയ്തേനെ ചെറുപ്പം മുതലേ. ഇത് നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മൾ എങ്ങനെ വളർത്തുന്നു, അവര് പാരന്റിങ് എങ്ങനെ പോകുന്നു എന്നുള്ളതിലാണ് കാര്യം. നമ്മളിത് ഓൾറെഡി തന്നെ ഈ പാരന്റിങ്ങിന്റെ കാര്യം നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ബി ഫ്രണ്ട്സ്. നമ്മള് മക്കളോടാണെങ്കിലും നല്ല ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ഇരിക്കുക. അവർക്ക് എന്ത് നമ്മളോട് തുറന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളായിട്ട് തന്നെ. നമ്മുടെ ഇപ്പൊ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ റിപ്പോർട്ട് ചെയ്ത കേസുകളുണ്ട്. ഈ ലൈംഗിക അതെ ഈ ഒരു സെക്ഷൽ ഹറാസ്മെന്റ് ടുവേർഡ്സ് മെൻസിനോടാണ്, ബോയ്സിനോടാണെങ്കിലും ഈ ഒരു സെക്ഷൽ ഹറാസ്മെന്റ് നമ്മൾ ഓൾറെഡി നമ്മൾ ഇഷ്ടം പോലെ കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗേൾസിനോട് എന്ന പോലെ തന്നെ ഈ ബോയ്സിനോടും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറെയൊക്കെ തമാശകളായിട്ട് ബോയ്സ് തന്നെ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ആൺകുട്ടികൾക്ക് ഇത് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നത്. അത് ഇതുപോലുള്ള അബ്യൂസ് വരുമ്പോ ഇവർ ചിരിക്കുവാണ് ചെയ്യുന്നത്, കോമഡി ആക്കുന്നു, ഇവരെ കളിയാക്കുവാണ്. അപ്പൊ ഇവരും അങ്ങനത്തെ ഒരാളാണ് എന്നുള്ള രീതിയിൽ കളിയാക്കും. ഒരു സ്പെഷ്യൽ നെയിം ഇട്ട് കൊടുത്തു. അതെ, അത് ഒരു പേര് തന്നെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പൊ ഈ കുട്ടികൾക്ക് അത് പേടിച്ചിട്ട് ഇവരെന്താ ഇത് ഒളിച്ചു വെക്കും. അല്ലെങ്കിൽ അവരതിന്റെ സീരിയസ്നെസ് ആരെയും കാണിക്കില്ല. അവരാ മെന്റലി ഉണ്ടായ ആ ഒരു ട്രോമയിൽ ഇങ്ങനെ പോവും.
അതെ, അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ, എക്കാലത്തെ സിറ്റുവേഷൻസ്. അത് ആൺകുട്ടികൾ എന്നത് മനസ്സിലാക്കും. നിങ്ങൾക്ക് നേരിടുന്നതും അബ്യൂസ് ആണ്. അത് ഞാനിപ്പോ എന്റെ കൂട്ടത്തിലുള്ളവരോടും പറയാറുള്ള കാര്യമാണ്. ആൺകുട്ടികളോട് പണ്ട് നമ്മളും ചിരിക്കുമായിരുന്നു, നമ്മൾ ഫോളോ അപ്പ് ചെയ്യാണ് ആൾക്കാർ എന്താണ് ചെയ്യുന്നത്. ഒരിക്കൽ അറിയാണ്ട് ഞാൻ ചിരിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ അങ്ങനെ ചിരിക്കാൻ പാടില്ല, ഞാൻ അപ്പൊ തന്നെ അപ്പോളജൈസ് ചെയ്തു. സോറി, നിനക്ക് ഉണ്ടായത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, സോറി, ഞാൻ ചിരിച്ചതിനൊക്കെ സോറി പറഞ്ഞു. കാരണം അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ദേഹത്ത് ഒരാൾ തൊടുമ്പോൾ നമുക്ക് തോന്നുന്ന ഇറിറ്റേഷൻ തന്നെയല്ലേ അവർക്കും തോന്നുന്നത്. അതെ അതെ, അത് ഞാൻ പറഞ്ഞത് ആ ഒരു സ്പെഷ്യൽ നെയിം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു നെയിമിന്റെ ബേസിൽ തന്നെയാണ് പലർക്കും പറയാനുള്ള പേടി വരുന്നത്. കാരണം ഫ്രണ്ട്സ് ആണെങ്കിലും മറ്റുള്ളവരും കളിയാക്കുകയാണ് ആ ഒരു ഇത് പറഞ്ഞിട്ട്, നീ അത് ആയതുകൊണ്ടാണ് നിന്റെ അടുത്ത് വരുന്നത്. ഈ കുറെ നാളുകൾക്ക് മറ്റേ പൊറോട്ടയും ബീഫും അങ്ങനത്തെ കുറെ സാധനങ്ങള്, റഷീദിക്കാട് ജോക്ക്, ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ഹ്യൂമർ തന്നെയാണ് അത്. ഒരു മോശമായിട്ടുള്ള ഒരു തമാശ തന്നെയാണ് അത്. ഇത്ര ഹൈപ്പിൽ കൊണ്ടുവരേണ്ട ഒരു തമാശകളായിട്ട് എനിക്ക് അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇപ്പോ പെൺകുട്ടികളോടും അതുപോലെ തന്നെ പണ്ടൊക്കെ ഇതിനെ പ്രകൃതി വിരുദ്ധതാന്ന് പറയും, പക്ഷെ ആൺകുട്ടികളോട് ചെയ്യുന്നതും അങ്ങനത്തെ ആൾക്കാരുണ്ട്, ആണുങ്ങളുണ്ട്. ആൺകുട്ടികളെ ഇതേപോലെ അബ്യൂസ് ചെയ്യുന്ന ഒരുപാട് കേസസ് കേരളത്തിൽ ഇപ്പൊ വരുന്നുണ്ട്. റിപ്പോർട്ട് ചെയ്തതുമുണ്ട്, റിപ്പോർട്ട് ചെയ്യാത്തതുമുണ്ട്. എനിക്ക് തോന്നുന്നു 2022 തന്നെ ഒരു 170ഓളം കേസുകൾ തന്നെ ടുവേർഡ്സ് ബോയ്സിനും ഇതുപോലെയുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പലതും നമുക്ക് പറയാൻ പറ്റാത്ത കേസുകളുണ്ട്, അതായത് റിപ്പോർട്ട് ചെയ്ത കേസുകളുണ്ട്, റിപ്പോർട്ട് ചെയ്യാത്ത ഇഷ്ടം പോലെ കേസുകളുണ്ട്. പലരും ഇത് ഓപ്പൺ ആയിട്ട് പറയുന്ന, പെൺകുട്ടികളെ പോലെ തന്നെ പെൺകുട്ടികളുടെ പറയുന്ന പോലെ ഇവരുടെ പറയാറില്ല. ആൺകുട്ടികളുടെ കേസുകൾ അങ്ങനെ പൊങ്ങി വരാറില്ല. ശരിക്കും പറഞ്ഞു പരാതി കൊടുക്കാൻ അവർക്ക് നാണക്കേടാണ്. അവരുടെ ഭാവി ആലോചിച്ചിട്ടുള്ള നാണക്കേടാണ്. ഇപ്പൊ അടുത്തിടയ്ക്ക് മറ്റേ കാസർഗോഡ് ഒരു കാസർഗോഡ് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. 16 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഡേറ്റിംഗ് ആപ്പിൽ കയറിയിട്ട്. അതെ, അത് 14 പേരാണ് ആളെ പീഡിപ്പിച്ചത്. അപ്പൊ പ്രതികളിൽ ഉൾപ്പെട്ടവരെന്ന് പറയുമ്പോൾ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, അതേപോലെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, RPF ഉദ്യോഗസ്ഥൻ, ഒരു രാഷ്ട്രീയ യുവജന വിഭാഗം നേതാവ് എന്നിവരടക്കം ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ സാധാരണക്കാരുൾപ്പെടെ ഒരുപാട് പേരാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ വിവിധ സ്ഥലങ്ങളിലായിട്ട് ആകെ 14 പ്രത്യേക കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 8 എണ്ണം കാസർഗോഡ് ജില്ലയിൽ നിന്നുമാണ്. ഇതിൽ 4 ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിക്കുന്നത്. അങ്ങനത്തെ ഒരു വലിയൊരു കേസാണ്. ഇത് ഈ ഒരു ഡേറ്റിംഗ് ആപ്പ് എന്ന് പറഞ്ഞാൽ സ്വവർഗാനുരാഗ ഡേറ്റിംഗ് ആപ്പ് എന്നാണ് സാധിക്കുന്നത്, അറിയില്ല, ഉറപ്പില്ല, അങ്ങനെയാണ് കേട്ട് അറിവ്. അപ്പോൾ ഈ 16കാരനെ ഇത്രയും പേരാണ് പീഡിപ്പിച്ചത്. അപ്പൊ ആ ഒരു വലിയൊരു അബ്യൂസ് തന്നെയായിരുന്നു. അത് കുട്ടിയുടെ അമ്മ എന്താണ് ഈ ഒരു കംപ്ലൈന്റ് കൊടുത്തത്? കാരണം ഒരു പതിവിൽ എപ്പോഴും ഒരാള് വീട്ടിലേക്ക് വരുന്നു പോകുന്നു, ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കുട്ടിയുടെ അമ്മ തന്നെയാണ് ഈ ഒരു കംപ്ലൈന്റ് കൊടുത്തത്. ശരിക്കും ഡേറ്റിംഗ് ആപ്സ് വഴിയും ഇതുപോലെ സ്കാമുകൾ നടത്തുന്നുണ്ട്. കുട്ടികള് പരമാവധി ഇതിന്ന് മാറി നിൽക്കുക. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് അവരുടെ ചോയ്സ് ആണ് അവരുടെ പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്യാന്നുള്ളത്. ഈ കുട്ടികളുടെ കയ്യിൽ ഫോൺ എത്തുന്നത് നമ്മൾ ഇതിനെപ്പറ്റിയും ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഓൾറെഡി. ഫോൺ യൂസ് ചെയ്യുന്നത് 18 വയസ്സിന് താഴെയുള്ളവരുടെ കൂടെ അച്ഛനും അമ്മയും ഇരിക്കുമ്പോൾ നോക്കുക എന്നുള്ളതാണ്. ഡേറ്റിംഗ് ആപ്സ് ഒന്നും യൂസ് ചെയ്യാറുള്ള പ്രായമായിട്ടില്ല. ശരിക്കും 18 വയസ്സ് കഴിഞ്ഞെന്ന് പറഞ്ഞാലും അതിനകത്ത് ആ ഒരു ടീനേജ് ആ ഒരു ടൈമിൽ നമ്മൾക്ക് അറിയുന്നില്ല. ഒരു കംപ്ലീറ്റ് ഒരു ഗ്രോത്ത് വരണമെങ്കിൽ ഒരു അത്യാവശ്യം ഒരു ഏജ് ഒക്കെ കഴിഞ്ഞാലാണ് ഇതെന്താണ് നല്ലതും ശരിയെന്താ ചീത്ത എന്താന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇത് വരുള്ളൂ. 18 വയസ്സിൽ കുട്ടികൾ തന്നെയാണ് ശരിക്കും പ്രായമല്ലേ, ചെറിയ പ്രായം. അവർക്ക് 9-ലോ 10-ലോ എന്താണെന്ന് തോന്നുന്നു. അല്ല, 18 വയസ്സെന്ന് പറഞ്ഞാൽ തന്നെ ചെറിയ കുട്ടികൾ തന്നെയാണ്. പിന്നെ 16 വയസ്സെന്ന് പറയുമ്പോ ചെറിയ പ്രായമാണ്. എങ്ങനെ ആൾക്കാർക്ക് മനസ്സ് വരുന്നു എന്നാലോചിക്കുമ്പോ, അങ്ങനത്തെ അത്രയും ക്രൂരതയുള്ള ആൾക്കാർ നാട്ടിലുള്ളപ്പോ നമ്മൾ അതിനനുസരിച്ച് ശ്രദ്ധിച്ച് ജീവിക്കുക. ഒതുങ്ങി ജീവിക്കുക എന്നുള്ളതല്ല, ശ്രദ്ധിച്ച് ജീവിക്കാം. നമുക്ക് ജീവിക്കണം. നമ്മൾ ആൺകുട്ടികളാണ്, നമ്മുടെ എല്ലായിടത്തും ഉള്ളത്, എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു കാര്യമാണ്. അവൻ ആൺകുട്ടിയല്ലേ, അവൻ 6 മണി കഴിഞ്ഞാലും വീട്ടില്, അവൻ 6 മണി കഴിഞ്ഞാലും വന്നോളൂല. 6 മണി കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പ്രശ്നം, അല്ലെങ്കിൽ ഇന്ന ടൈം കഴിഞ്ഞാൽ എന്താ, അവൻ ആഘോഷമല്ല, അവനെ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പാരന്റ്സ് നോക്കണം. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ വീട്ടിൽ കയറിയില്ലെങ്കിൽ ചോദിക്കണം, നിങ്ങൾ ആരുടെ കൂടെ, എവിടെ പോയി, എന്തിനു പോയി. അത് റെസ്ട്രിക്ഷൻ അല്ല, അത്
അത് അറിയണം. എവിടെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ ഒരു ഫോൺ വന്നു, പെൺപിള്ളേരുടെ ആണെങ്കിൽ ഉടനെ തന്നെ പേരൻസ് എല്ലാവരും പുറകെ പോയി നോക്കും ആരാണ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി. പക്ഷെ ഈ ആൺകുട്ടികളുടെ നോക്കുന്നില്ല, ഇവൻ എന്ത് ചെയ്യുന്നു, ഇവൻ ഈ ഫോണിൽ എന്ത് ചെയ്യുന്നു എന്ന്. കാരണം പല കുഞ്ഞു കുട്ടികളുടെ ഫോണിൽ നിന്ന് പല മോശം വീഡിയോസ് നമുക്ക് കാണാൻ ഇട വന്നിട്ടുണ്ട്, ചെറിയ കുട്ടികളുടെ ഫോണിൽ നിന്ന് തന്നെ. അങ്ങനത്തെ പല പല കേസുകളും കാര്യങ്ങളും ഉണ്ട്. ചെറിയ കുട്ടികൾ തന്നെ ഇതുപോലുള്ള ഇതിന് ഇരകളായിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നിട്ട് കുട്ടികളെ ശ്രദ്ധിക്കുക. കുട്ടികൾ മാത്രമല്ല, വീട്ടില് നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ മക്കളായാലും സഹോദരങ്ങളായാലും അച്ഛനായാലും അമ്മയായാലും എല്ലാവർക്കും ഈ ഇമോഷണലി ഇതുപോലത്തുള്ള ഡാമേജസ് വന്നേക്കാം. സോ അവരുടെ ഇഷ്യൂസ് എന്താണെന്ന് അതിനുള്ള സ്പേസ് ഉണ്ടാക്കുക, ലൈക്ക് അവർ കംഫർട്ടബിൾ ആക്കുക. അവർക്ക് പറയാനുള്ള ആ ഒരു സ്പേസിലാണ് ജീവിക്കേണ്ടത്. ഒരു വീട്ടിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്യാൻ പഠിച്ച് വളരട്ടെ. അങ്ങനെ വളരാത്തപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ഒരു ഇത് വരുന്നത്, ബൗണ്ടറി വെക്കാൻ തോന്നുന്നത്. സോ അങ്ങനെ ഇല്ലാതാവട്ടെ, എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കണം. ഇപ്പോൾ അനന്തുവിൻ്റെ കേസ് തന്നെ അങ്ങനത്തെ ഒരു ഇഷ്യൂലാണ് മരിച്ചത്. അച്ഛനും അമ്മ ഏറ്റവും ഇഷ്ടമുള്ള അമ്മയോടും പെങ്ങളോടും പോലും അത് പറയാൻ പറ്റാത്ത സാഹചര്യം, അത്രയ്ക്ക് ഡിപ്രഷനിലോട്ട് പോയി. അമ്മ ആൻഡ് അമ്മു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു മാനസികാവസ്ഥ, അനന്തു മരിക്കുന്ന സമയത്തുള്ള അനന്തുവിന്റെ ആ മാനസികാവസ്ഥ ആൾ അത്രയുമായി എത്രയും അവര് പോസ്റ്റ് ഇടുമ്പോൾ ഉള്ള ഒരാളുടെ മാനസികാവസ്ഥ. അത് ചെയ്യുമ്പോ എന്തായാലും അയാൾ കരങ്ങിട്ടുണ്ടാവും, കരങ്ങിക്കൊണ്ടായിരിക്കാം ആ പോസ്റ്റില് ഓരോന്നും ടൈപ്പ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് ഇങ്ങനത്തെ സിറ്റുവേഷൻസിന് ഉണ്ടാവാതിരിക്കട്ടെ. ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു ഇത് തന്നെ കേസ് തന്നെ ആയിരുന്നു ഇത്. എന്തായാലും ഇനി അങ്ങനത്തെ കേസസ് ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാവരും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതുപോലെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, വഴി കണ്ടുപിടിക്കാം നമുക്ക്. ഇനി മെന്റലി ഡൗൺ ആവുമ്പോൾ ആരും മുന്നോട്ടുള്ളത് ഓർക്കില്ലല്ലോ. അത് അപ്പോൾ എങ്ങനെയാണ് കൂടെ ഉള്ളവർ ശ്രദ്ധിക്കാന്നേ പറയാൻ പറ്റത്തുള്ളൂ. നേരിടുന്ന വ്യക്തിക്ക് ചിലപ്പോൾ അത് കൈകാര്യം ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ലൈൻസ് ഉണ്ട്. യെസ്, നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങളോട് സംസാരിക്കാനായിട്ടും. നിങ്ങളുടെ കൂടെ നിൽക്കാൻ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഡെയിലി നമ്മൾ പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുക. നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട്. എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മളെല്ലാവരും ഉണ്ട്. നമ്മളെ കോണ്ടാക്ട് ചെയ്യുക, നമ്മളോട് സംസാരിക്കുക, എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക.